ഇന്നലെ വൈകിട്ട് NDAയുടെ പ്രകടന പത്രിക പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഒരു പക്ഷേ ഇതുവരെ ഇന്ത്യയിൽ കാണാത്ത, കേരളത്തിൻ്റെ ചരിത്രത്തിൽ കാണാത്ത ഒരു പ്രകടന പത്രികയാണ് ഇന്നലെ ഇറക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ പഠിച്ച് മനസ്സിലാക്കി, ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി യഥാർത്ഥ വികസനത്തിലേക്ക് കേരളത്തെ കുതിപ്പിക്കുന്ന ഒരു പ്രകടന പത്രികയാണ് NDA ഇന്നലെ ഇറക്കിയിരിക്കുന്നത്. സാധാരണ രീതിയിൽ LDFും UDFും 400ഉം 500ഉം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു പ്രകടന പത്രിക ഇറക്കും. ജനങ്ങളെ വിഡ്ഢികളാക്കി, ജനങ്ങളെ വഞ്ചിച്ച് അവരുടെ വോട്ട് നേടുക എന്നതിലുപരി അതിന് യാതൊരു പ്രസക്തിയുമില്ല എന്നുള്ളതാണത്. ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും അതേ പ്രകടന പത്രിക തന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും പുതിയ രീതിയിൽ വീണ്ടും ഇറക്കുക. പക്ഷേ NDA ഇത്തവണ ഇറക്കിയിരിക്കുന്ന പ്രകടന പത്രിക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭക്ഷ്യസുരക്ഷ. നമുക്കറിയാം 2020 കഴിഞ്ഞ 14 വർഷമായിട്ട് വിവിധ പഞ്ചായത്തുകളിൽ നടപ്പിലാക്കി ജനങ്ങൾ അനുഭവിച്ച് അറിഞ്ഞ ഒരു പദ്ധതിയാണിത്. അപ്പോൾ ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ കേരളമെമ്പാടും തുറക്കുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ട് 1120 ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ, അതായത് ഒരു പഞ്ചായത്തിനൊരു ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ്. ആ കണക്കിൽ കോർപ്പറേഷനുകളിൽ ഓരോ 75,000 ജനസംഖ്യയ്ക്ക് ഒന്ന് വീതം മുനിസിപ്പാലിറ്റികളിലും അതാണ് ലക്ഷ്യം കാണുന്നത്. പക്ഷേ ഈ 1120 ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ തുറക്കുക എന്ന് പറയുന്നത് വളരെയധികം സമയമെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് ആദ്യപടി ഇമ്മീഡിയറ്റായിട്ട് അതിനെ, അല്ലെങ്കിൽ വിലക്കയറ്റം കൊണ്ട് ബുദ്ധിമുട്ടുന്ന വീട്ടമ്മമാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഓരോ വീട്ടമ്മമാരുടെയും പേരിൽ ഒരു കാർഡ് നൽകി അവരുടെ ആ കാർഡിലേക്ക് 2500 രൂപ വെച്ച് ഒരു മാസം ചാർജ് ചെയ്ത് കൊടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വീട്ടമ്മമാർക്കും ആ കാർഡിലൂടെ ഒരു വർഷം 30,000 രൂപയുടെ സഹായം വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന വീട്ടമ്മമാർക്ക് ഇതുകൊണ്ട് വളരെ പ്രയോജനം കിട്ടും. അതോടൊപ്പം തന്നെ ഒന്നൊന്നായിട്ട് ഓരോ പഞ്ചായത്തുകളിൽ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ സ്ഥാപിച്ച് അത് പൂർണ്ണമായിട്ടും പരിഹരിക്കാനായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. നമുക്കറിയാം, ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങൾക്കും ഏതാണ്ട് 50% വരെ വിലക്കുറവിൽ അവിടെ നിന്ന് ലഭിക്കുമെന്നുള്ളതാണത്. അങ്ങനെ വലിയൊരു പദ്ധതി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാനത്ത് അത് നടപ്പിലാക്കാനായിട്ട് പോകുന്നു. അതോടൊപ്പം തന്നെയാണ് ആരോഗ്യ സുരക്ഷ. നമുക്കറിയാം, മരുന്നുകളുടെ വില കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ നിയന്ത്രിക്കാനായിട്ട് ഓരോ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിനോടൊപ്പം തന്നെ സൈഡ് ബൈ സൈഡായിട്ട് ഓരോ മെഡിക്കൽ സ്റ്റോറുകൾ തുറക്കുക. അവിടെ ബ്രാൻഡഡ് മെഡിസിൻസ് 50% വരെ വിലക്കുറവിൽ ആളുകൾക്ക് ലഭിക്കുക. അപ്പോൾ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് വരുന്നതിനോടൊപ്പം തന്നെ അതിനോടൊപ്പം തന്നെ മെഡിക്കൽ സ്റ്റോറുകൾ 1120 മെഡിക്കൽ സ്റ്റോറുകൾ സ്ഥാപിച്ച് ജനങ്ങളുടെ പ്രധാന പ്രശ്നമായ വിലക്കയറ്റം നിയന്ത്രിക്കുക. ഒരു കുടുംബത്തിന് ഒരു 2500-3000 രൂപയുണ്ടെങ്കിൽ സുഖമായിട്ട് ജീവിക്കാവുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവരുന്ന ബൃഹത്തായ ഒരു പദ്ധതിയാണ് ഈ പറയുന്ന ഇത്. അപ്പോൾ ഇപ്പോൾ നൽകുന്ന ഈ കാർഡ് 2500 രൂപ ചാർജ് ചെയ്യുന്നത്
ഏത് സ്റ്റോറുകളിൽ നിന്ന് സാധനം മേടിക്കാനോ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് മേടിക്കാനോ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഒരു വർഷം ഒരു കുടുംബത്തിന്, ഒരു വീട്ടമ്മയ്ക്ക് 30,000 രൂപയുടെ ആനുകൂല്യമാണ് ഇതുവഴി ലഭിക്കുക. ഇനി അടുത്തത് കാർഷിക സുരക്ഷ. നമുക്കറിയാം, പ്രധാനപ്പെട്ട നമ്മുടെ കൃഷി റബ്ബർ, കശുവണ്ടി, വാഴ, കാപ്പി, നെല്ല്, ഇതിനൊക്കെ കർഷകർക്ക് നേരിട്ട് സബ്സിഡി നൽകുന്ന ഒരു വലിയ പദ്ധതി, അവർക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്ന പദ്ധതി. അതോടൊപ്പം തന്നെ നമ്മുടെ തേക്ക്, ഈട്ടി, ചന്ദനം തുടങ്ങിയ മരങ്ങൾ ആർക്കും എവിടെ വേണമെങ്കിലും അത് വെച്ച് പിടിപ്പിക്കാനും അത് വിപണനം ചെയ്യാനും സ്വതന്ത്രമായിട്ട് ഉള്ള ഒരു നിയമം, ഭേദഗതി നടപ്പിലാക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രത്യേകിച്ച് റബ്ബർ കർഷകർക്ക്, ഇന്ന് റബ്ബർ വില കുറഞ്ഞു വരുന്നു, അതിൽ നിന്നുള്ള വരുമാനം കുറയുന്നു, വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെയുള്ള തോട്ടങ്ങളെല്ലാം തന്നെ തേക്കിൻ തോട്ടങ്ങളോ ഈട്ടിയോ ചന്ദനമോ വെച്ച് പിടിപ്പിച്ച് അവർക്ക് സ്വതന്ത്രമായിട്ട് വെച്ച് പിടിപ്പിക്കാനും സ്വതന്ത്രമായിട്ട് വിപണനം നടത്താനുമായിട്ടുള്ള ഒരു നിയമനിർമ്മാണം. അപ്പോൾ അതൊരു വലിയ കോളിളക്കം തന്നെ കൃഷി മേഖലയിൽ ഉണ്ടാക്കുമെന്നുള്ളതാണ്. പിന്നെയുള്ളത് വൈദ്യുതി സബ്സിഡി. നമുക്കറിയാം, ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് വൈദ്യുതിയുടെ വില ഏതാണ്ട് 62% കൂടി. പ്രത്യേകിച്ച് ചെറിയ കുടുംബങ്ങൾ, സാധാരണ കുടുംബങ്ങൾ വളരെയധികം കഷ്ടതയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഒരു പരിഹാരം എന്നുള്ള നിലയിലാണ് വൈദ്യുതി ചാർജുകളിൽ അർഹതപ്പെട്ട ആളുകൾക്ക് 50% വരെ സബ്സിഡി നൽകുന്ന പദ്ധതി. അതേപോലെ തന്നെ നമുക്കറിയാം, വീട്ടമ്മമാർക്ക് പ്രത്യേകിച്ച് പാചകവാതക സിലിണ്ടർ മേടിക്കുമ്പോൾ വലിയൊരു തുകയാണ് വരുന്നത്. അതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് ഒരു വർഷം 2 പാചകവാതക സിലിണ്ടർ സൗജന്യമായിട്ട് നൽകുക. സാധാരണ രീതിയിൽ ഒരു സാധാരണ കുടുംബത്തിന് 6 സിലിണ്ടറാണ് വേണ്ടി വരിക ഒരു വർഷം. അതിൽ 2 സിലിണ്ടർ, 1 ഓണത്തിനും 2 ക്രിസ്മസ് സമയത്തും സൗജന്യമായിട്ട് നൽകുന്ന ഒരു പദ്ധതി. അപ്പോൾ നമ്മുടെ ഗ്യാസ്, പാചകവാതകത്തിൻ്റെ വില ഏതാണ്ട് 1/3 ഭാഗം ആദ്യഘട്ടത്തിലും പിന്നീട് 3 സിലിണ്ടറുമാക്കി ഉയർത്താനായിട്ടുള്ളൊരു പദ്ധതിയാണ് ഇത് ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് കുടിവെള്ളം. ഓരോ വീടുകൾക്കും 20,000 ലിറ്റർ ശുദ്ധജലം സൗജന്യമായിട്ട് നൽകാനായിട്ടുള്ള പദ്ധതിയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, അതായത് 70 വയസ്സ് കഴിഞ്ഞവർക്കെല്ലാവർക്കും, അതുകൂടാതെ വിധവകൾ, ഗൃഹനാഥകൾ, ഇവർക്കെല്ലാം ഓരോ മാസവും 3000 രൂപ ക്ഷേമ പെൻഷനായിട്ട് നൽകും. ഇതിന് പുറമെ ആയുഷ്മാൻ ഭാരത് PMJ പദ്ധതി പ്രകാരം 70 വയസ്സിന് മേലെയുള്ള ആളുകൾക്കെല്ലാം 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി, അത് ഇപ്പോഴുണ്ട്. പക്ഷേ കേരള ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടില്ല. അത് ഇവിടെ കേരളത്തിൽ നടപ്പിലാക്കി 70 വയസ്സിന് മേലെയുള്ള എല്ലാവർക്കും 5 ലക്ഷം രൂപയുടെ ചികിത്സാ പദ്ധതി സഹായം അതിൽ നിന്ന് ലഭ്യമാകും. ഇതോടൊപ്പം തന്നെ നമുക്കറിയാം എയിംസിനെ പറ്റി ഒട്ടനവധി ചർച്ചകൾ കേരളത്തിൽ നടന്നു. പലപ്പോഴും എയിംസ് വരില്ല എന്നുള്ള തർക്കങ്ങളും ഒക്കെ നിലനിൽക്കെ ഔദ്യോഗികമായിട്ട് NDA ഇവിടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, കേരളത്തിൻ്റെ ആദ്യത്തെ എയിംസ് ഇവിടെ നടപ്പിലാക്കും, കേരളത്തിൽ കൊണ്ടുവരുമെന്ന്. ഇനിയുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ പല സ്ഥലത്തും 4ാം ക്ലാസ് വരെയുള്ളൂ. വിവിധ പഞ്ചായത്തുകളിൽ നോക്കിക്കഴിഞ്ഞാൽ 7ാം ക്ലാസ് വരെയുള്ളൂ. ചില പഞ്ചായത്തുകളിൽ, വളരെ അപൂർവമായിട്ടുള്ള ചില പഞ്ചായത്തുകളിൽ മാത്രം
10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസമുണ്ട്. സർക്കാർ സ്കൂളുകൾ എന്ന് പറയുമ്പോൾ, സർക്കാർ സ്കൂളുകളിൽ പോകുന്ന കുട്ടികളെന്ന് പറയുമ്പോൾ ഏറ്റവും നിർധനരായിട്ടുള്ള, ഏറ്റവും പാവപ്പെട്ട ആളുകളാണ് സർക്കാർ സ്കൂളുകളെ ആശ്രയിക്കുന്നത്. അവർക്ക് അവരുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. അവർക്ക് ഉയർന്ന വിദ്യാഭ്യാസം കൊടുക്കാനായിട്ടുള്ള ബാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രകടന പത്രികയിൽ 12ാം ക്ലാസ് വരെ എല്ലാ സർക്കാർ സ്കൂളുകളിലും സൗജന്യ ഇംഗ്ലീഷ് മീഡിയം നടപ്പിലാക്കാൻ പോവുകയാണ്. 12ാം ക്ലാസ് വരെ എല്ലാ പഞ്ചായത്തിലും ഏറ്റവും ചുരുങ്ങിയത് ഒരു സ്കൂളെങ്കിലും 12ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയം സൗജന്യമായിട്ട് നൽകുക. ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതോട് കൂടിയിട്ട് ഒരുപക്ഷേ നമ്മുടെ താഴേക്കിടയിലുള്ള നിർധനരായിട്ടുള്ള ആളുകൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടുന്നുവെന്ന് മാത്രമല്ല, അവരുടെ തുടർ വിദ്യാഭ്യാസത്തിന് വലിയൊരു വാതിൽ തുറക്കുകയാണത്. അവർക്ക് കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലോ പോയിട്ട് ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുന്നതിനും തൊഴിൽ സാധ്യതകൾ കൂടുതലായിട്ട് ലഭിക്കുന്നതിനുമുള്ള ഏറ്റവും പ്രയോജനമുള്ള ഒരു കാര്യമാണ് 12ാം ക്ലാസ് വരെ സൗജന്യമായിട്ട് ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത്. ഇനി നമുക്കറിയാം, നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇന്ന് നമ്മുടെ സുരക്ഷ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണത്. പല റോഡുകളിലും പഞ്ചായത്തുകളിൽ, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ അതിലൂടെയുള്ള യാത്ര സുരക്ഷിതമല്ല. പലയിടത്തും ലൈറ്റുകൾ, പഴയ രീതിയിലുള്ള ലൈറ്റുകൾ അത് കത്തുന്നില്ല. പല സ്ഥലത്തും ലൈറ്റുകളില്ല. അതിന് ബൃഹത്തായിട്ടുള്ളൊരു പദ്ധതി, അതായത് എല്ലാ ലൈറ്റുകളും ഓട്ടോമേറ്റഡ് LED ലൈറ്റുകളാക്കി മാറ്റി 100% എല്ലാ റോഡുകളിലും അത് നടപ്പിലാക്കി, എല്ലാ പോസ്റ്റുകളിലും അത് നടപ്പിലാക്കി 100% റോഡുകളിൽ കൂടിയുള്ള യാത്ര സുരക്ഷിതമാക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉപയോഗിക്കുന്നത്. ഇനി ഒന്ന്, നമ്മൾ നേരിടുന്ന വേറൊരു പ്രശ്നമാണ് മാലിന്യ സംസ്കരണം. ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക്, പ്രത്യേകിച്ച് വലിയ ടൗണുകളിൽ, വലിയ വലിയ സിറ്റികളിൽ, എറണാകുളം, കോട്ടയം, തിരുവനന്തപുരം, അതുപോലെ തന്നെ മുനിസിപ്പൽ ഏരിയകളിൽ, അപ്പാർട്ട്മെൻറ്റുകളുമൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ മാലിന്യ സംസ്കരണം വലിയൊരു പ്രശ്നമാണ്. ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണത്. അത് പരിഹരിക്കാനായിട്ട്, പൂർണ്ണമായിട്ടും പരിഹരിക്കാനായിട്ട് എല്ലാ ജില്ലാ തലത്തിലും എല്ലാ ജില്ലകളിലും സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ്, അത് ഗ്രീൻ ഇനിഷ്യേറ്റീവിൽ അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് മാലിന്യം സംസ്കരിക്കുകയും അത് വീണ്ടും വൈദ്യുതിയായിട്ട് ഉപയോഗിക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി നമുക്കറിയാം, നമ്മുടെ മനുഷ്യൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഒന്ന്, തെരുവ് നായ ശല്യം. ഇന്ന് നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന, ഏറ്റവും ഭീതി ഉളവാക്കുന്ന ഒരു പ്രശ്നമാണ് തെരുവ് നായ പ്രശ്നം. കൊച്ചു കുട്ടികളെ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ, എത്രയോ കുട്ടികളെ റോഡിലിട്ട് ഈ തെരുവ് നായ്ക്കൾ കടിച്ചു കീറിയിരിക്കുന്നു. എത്രയോ കുട്ടികൾ മരണപ്പെട്ടിരിക്കുന്നു. എത്രയോ ആളുകൾ ഈ തെരുവ് നായയുടെ ആക്രമണത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അപ്പോൾ അതിന് ഇതുവരെ ആർക്കും ശാശ്വതമായ ഒരു പരിഹാരം കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ തെരുവ് നായ ശല്യം പൂർണ്ണമായിട്ടും തടഞ്ഞ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും സുരക്ഷിതരാക്കുന്ന ഒരു പദ്ധതിയാണ് അതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. വേറൊരു പ്രശ്നം നമ്മുടെ ലഹരി. നമുക്കറിയാം, ഇന്ന് കേരളം എന്ന് പറയുന്നത് മയക്കുമരുന്നിൻ്റെ ഒരു തലസ്ഥാനമായിട്ട്, ഒരു ഹബ്ബായിട്ട് കേരളം മാറിയിരിക്കുകയാണത്. ചെറിയ സ്കൂളുകൾ മുതൽ കോളേജുകളും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പഠിക്കുക, അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങളിൽ ലഹരിയുടെ ഉപയോഗം അതിഭീകരമായിട്ട് കൂടിയിരിക്കുന്നു.
എവിടെയും കേരളത്തിൽ ലഹരി ലഭിക്കാവുന്ന സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ അതിന് നമ്മൾ കൃത്യമായിട്ടുള്ളൊരു പദ്ധതി നടപ്പിലാക്കിയില്ലെങ്കിൽ ഈ കേരളം മയക്കുമരുന്നിൻ്റെ ഏറ്റവും വലിയൊരു ശൃംഖലയായിട്ട് മാറും. അതിനേക്കാൾ ഉപരി നമ്മുടെ കൊച്ചു കുട്ടികൾ മുതൽ നമ്മുടെ അടുത്ത തലമുറ ഈ ഒരു കാര്യം കൊണ്ട് മാത്രം ഒരു നാശത്തിലേക്ക് പോകും. അതുകൊണ്ട് 100% ലഹരി മുക്തമായിട്ടുള്ള ഒരു കേരളമാണ് NDA വാഗ്ദാനം ചെയ്യുന്നത്. അതിൻ്റെ സോഴ്സ്, അതിൻ്റെ വിപണനം, അത് ഒരു സ്ഥലത്തും കിട്ടാത്ത രീതിയിൽ അതിനെ വിമുക്തമാക്കി ഉള്ള ഒരു പദ്ധതിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മൂന്നാമത്തെ പ്രശ്നം ക്രൈംസ്, കുറ്റകൃത്യങ്ങൾ. നമുക്കറിയാം ഇന്ന് കേരളത്തിൽ ഒരു ദിവസം ഏതാണ്ട് 2000 കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട്. ശരാശരി ഏതാണ്ട് 400ഓളം കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് ഒരു വർഷം. 7 സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിഭീകരമായിട്ടുള്ളൊരവസ്ഥയിലാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കുറ്റകൃത്യങ്ങൾ കുറച്ചു കൊണ്ടുവരുവാനോ അതിനെ നിയന്ത്രിക്കുവാനോ മാറി മാറി വന്ന LDFനോ UDFനോ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ പറയുന്ന സീറോ ടോളറൻസ് ക്രൈം, അതായത് കുറ്റകൃത്യങ്ങൾ കുറച്ച് കൊണ്ടുവരിക, ഘട്ടം ഘട്ടമായിട്ട് ആദ്യ സ്റ്റേജിൽ തന്നെ 50% കുറയ്ക്കുക. അങ്ങനെ കുറ്റകൃത്യങ്ങൾ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ പോലീസ് സ്റ്റേഷനുകൾ രാഷ്ട്രീയ വിമുക്തമാക്കി മാറ്റി നീതി ഉറപ്പാക്കിക്കൊണ്ട് നിയമം നടപ്പിലാക്കിക്കൊണ്ട് സീറോ ടോളറൻസിലേക്ക് കൊണ്ടുവരുന്ന ഒരു ബൃഹത്തായ പദ്ധതിയാണ് NDA മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി നമുക്കറിയാം ഇന്ന് നമ്മുടെ കേരളം നേരിടുന്ന അതിപ്രധാനമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള 3 പ്രധാന പ്രശ്നങ്ങളുണ്ട്. ഒന്ന് മുല്ലപ്പെരിയാർ ഭീഷണി, പ്രത്യേകിച്ച് എറണാകുളം, ഇടുക്കി, തൃശ്ശൂരിൻ്റെ ഒരു ഭാഗം, പത്തനംതിട്ടയുടെ ഒരു ഭാഗം, കോട്ടയം ജില്ല, ആലപ്പുഴ ജില്ല. ഈ ജില്ലകളിലായിട്ട് ഏതാണ്ട് 80 ലക്ഷം കുടുംബങ്ങൾ ഇതിൻ്റെ ഭീഷണിയിലാണ്. അത് നമ്മൾ നിർത്തലാക്കിയില്ല, അതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ അതൊരു വാട്ടർ ബോംബാണത്. അങ്ങനെ എന്തെങ്കിലും രീതിയിൽ മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ 80 ലക്ഷം ആളുകളുടെ ജീവൻ അപഹരിക്കുന്ന ഒരു വാട്ടർ ബോംബ്. ഇവിടെ വീണ്ടും മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ ഇതിനൊരു പരിഹാരം കാണാനായിട്ട് ആരും ശ്രമിച്ചില്ല. അതുമാത്രവുമല്ല, ഇന്നും ജനങ്ങൾ ഇവിടെ അതിഭീതിയോടുകൂടി ജീവിക്കുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ മുല്ലപ്പെരിയാർ പ്രശ്നം ശാശ്വതമായിട്ടൊരു പരിഹാരം, തമിഴ്നാടിന് വെള്ളം കിട്ടണം, അതേസമയത്ത് കേരളത്തിലെ ജനങ്ങൾ 100% സുരക്ഷിതമായിരിക്കണം. അതിന് മുല്ലപ്പെരിയാറിൻ്റെ പ്രശ്നം പൂർണ്ണമായിട്ടും പരിഹരിക്കാനായിട്ടുള്ളൊരു പദ്ധതി. അതോടൊപ്പം തന്നെ വേറൊരു പ്രശ്നമാണ് തീരദേശ കടൽ കയ്യേറ്റം. നമ്മുടെ കേരളം എന്ന് പറയുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരദേശം മൺസൂൺ കാലമായി കഴിഞ്ഞാൽ, മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കടലാക്രമണം തുടരുന്നു, കടൽ കയ്യേറ്റം നടക്കുന്നു. എല്ലാവരും വീട്ടിലെ കയ്യിൽ കിട്ടിയ സാധനങ്ങളുമായിട്ട് പലായനം ചെയ്യേണ്ട ഏതാണ്ട് 9 ലക്ഷം കുടുംബങ്ങൾ. അപ്പോൾ ഇത് ഓരോ വർഷവും ഇത് കടലാക്രമണം ഉണ്ടാവുന്നു, ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുന്നു, ആളുകൾ പലായനം ചെയ്യുന്നു, അവരുടെ കുടുംബങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു. ഇതിന് പരിഹാരം കാണാൻ LDFനും UDFനും ഇതുവരെ സാധിച്ചിട്ടില്ല. ഇവിടെ ഇതിന് ശാശ്വതമായുള്ള പരിഹാരം, അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കടൽ ഭിത്തി സ്ഥാപിച്ചും വിവിധ നൂതന മാർഗങ്ങൾ ഉപയോഗിച്ചും ഈ കടലാക്രമണം 100% തടഞ്ഞുകൊണ്ട് 9 ലക്ഷം കുടുംബങ്ങളെയും സുരക്ഷിതമാക്കുന്ന ബൃഹത്തായ ഒരു പദ്ധതിയാണ് NDA മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കടലോര പ്രദേശങ്ങളിൽ കടൽ കയ്യേറ്റം ആണ് പ്രശ്നം അനുഭവിക്കുന്നതെങ്കിൽ
വയനാട് ജില്ല, കണ്ണൂർ ജില്ല, അതുപോലെ ഇടുക്കി, പത്തനംതിട്ട, ഇങ്ങനെയുള്ള ജില്ലകളിൽ വലിയ രീതിയിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം ഒരുപാട് ആളുകളുടെ ജീവൻ കവർന്നിട്ടുണ്ട്. ഇവിടെയും കൃഷിനാശം ഭയങ്കരമായിട്ട്, അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ വലിയ കൃഷിനാശം, അത് കൂടാതെ വന്യമൃഗങ്ങളുടെ ആക്രമണം കൊണ്ട് ഒരുപാട് ജീവൻ അപഹരിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിന് വിവിധ രീതിയിൽ ആധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി വന്യമൃഗശല്യം 100% തടയുന്ന പദ്ധതിയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇനി ഇതിനേക്കാളൊക്കെ ഉപരി നമുക്കറിയാം, ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം തൊഴിലില്ലായ്മയാണ്. കേരളത്തിൽ അവസരങ്ങളില്ലാത്തത് കൊണ്ട്, അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ചുള്ള തൊഴിൽ കിട്ടാത്തത് കൊണ്ട് 10,000-കണക്കിന് ആളുകളാണ് ഈ നാട് വിട്ടു പോകുന്നത്. യുവജനങ്ങൾ കൂട്ടമായിട്ട് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് മാറ്റം വരാനായിട്ട് ഇവിടെ ഒരു തൊഴിൽ സംസ്കാരം വരണം, തൊഴിൽ അവസരങ്ങൾ കൂടണം. അതിന് നമ്മൾ ഇതുവരെ ഇന്ത്യയിലെ ഒരു സ്ഥലത്തും നടപ്പിലാക്കാത്ത ഒരു പദ്ധതി, അതായത് ഓരോ തൊഴിലിനും 1,00,000 രൂപ വീതം ഗവൺമെൻറ് സബ്സിഡി ആയിട്ട് നൽകും. അത് കുറഞ്ഞ പലിശയ്ക്ക് കൊടുത്ത് അതിനുശേഷം അത് സബ്സിഡിയാക്കി മാറ്റി ഒരു തൊഴിലിന് 1,00,000 രൂപ കൊടുക്കുന്ന ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു തീരുമാനമാണ് അവിടെ എടുത്തിരിക്കുന്നത്. ഇതിലൂടെ അടുത്ത 5 വർഷത്തിനുള്ളിൽ ഏറ്റവും കുറഞ്ഞത് 10 ലക്ഷം മുതൽ 20 ലക്ഷം തൊഴിലുകൾ സൃഷ്ടിക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ സൃഷ്ടിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ തൊഴിലില്ലായ്മ മാറും. ഇവിടുന്ന് യുവാക്കൾ കൂട്ടമായിട്ട് നാടുവിടുന്ന പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ ആ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് കൂടാതെയാണ് നമ്മുടെ കോർപ്പറേഷനുകൾ, 6 മുനിസിപ്പൽ കോർപ്പറേഷനുകൾ 10 വർഷത്തെ കർമ്മ പദ്ധതിയിലൂടെ രാജ്യത്തെ ഏറ്റവും മുൻനിര നഗരങ്ങളാക്കി മാറ്റുന്ന, അതായത് എല്ലാ കോർപ്പറേഷനുകളിലും ഫ്ലൈ ഓവറുകൾ, ബൈപ്പാസുകൾ, മെട്രോ കണക്ടിവിറ്റി, അങ്ങനെയുള്ള സൗകര്യങ്ങൾ കൊണ്ടുവന്ന് ഈ 6 കോർപ്പറേഷനുകളും ബാംഗ്ലൂരും അതുപോലെ തന്നെ ബോംബെ, ഡൽഹി അതുപോലെയുള്ള വലിയ നഗരങ്ങളോട് കിടപിടിക്കുന്ന രീതിയിൽ ആധുനികമായിട്ട് 10 വർഷം കൊണ്ട് മാറ്റിയെടുക്കുക എന്നുള്ള പദ്ധതി. ഇനി ഇതിനെല്ലാം പുറമെ നമുക്കറിയാം, LDFിൻ്റെ പ്രകടന പത്രിക ആയിക്കോട്ടെ, UDFിൻ്റെ പ്രകടന പത്രിക ആയിക്കോട്ടെ, നമ്മൾ ഓരോ 5 വർഷം കൂടുന്തോറും നമ്മുടെ കടബാധ്യത, പൊതുകടം ഇരട്ടിയായിക്കൊണ്ടിരിക്കുകയാണത്. 35,000 കോടിയായിരുന്ന പൊതുകടം 5 വർഷം കഴിഞ്ഞപ്പോൾ 73,000 കോടിയായി മാറി. ശ്രീ ഉമ്മൻചാണ്ടി അധികാരം ഏറ്റെടുക്കുന്ന സമയത്ത് 73,000 കോടിയിൽ നിന്ന് അത് 1,55,000 കോടിയായി ഉയർത്തി. പിണറായി സർക്കാർ ഏറ്റെടുക്കുമ്പോൾ 1,55,000 കോടിയായിരുന്നത്, അത് ആദ്യ പിണറായി സർക്കാർ ഭരണം പൂർത്തിയാക്കുമ്പോൾ 3,15,000 കോടിയായി ഉയർത്തി. ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാർ ഭരണം അവസാനിക്കുമ്പോൾ അത് 3,15,000 നിന്ന് 6,50,000 കോടിയായി മാറിയിരിക്കുന്നു. അപ്പോൾ ഒരു പ്രകടന പത്രികയിലും ഈ കടം എടുക്കാതെ എങ്ങനെ സംസ്ഥാനം ഭരണം നടത്താം, എങ്ങനെ കടം കുറച്ചുകൊണ്ടുവരാം, അതിനെപ്പറ്റി ആരും ചർച്ച ചെയ്യുന്നില്ല, ചിന്തിക്കുന്നില്ല. പ്രകടന പത്രികയിൽ ഒരു സ്ഥലത്തും കാണുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ NDAയുടെ പ്രകടന പത്രികയിൽ പറയുന്നു 5 വർഷം കൊണ്ട് കടം ഘട്ടം ഘട്ടമായി കുറയ്ക്കും. 8 വർഷം കൊണ്ട് കടം പൂർണ്ണമായിട്ടും 0 ആക്കി 9-ാം വർഷം കടത്തിന് പകരം കടം പൂർണ്ണമായിട്ടും തീർത്ത് അവിടെ മിച്ച ബഡ്ജറ്റ് ഉണ്ടാക്കി ഡെപ്പോസിറ്റഡ് ആവുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവരും. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലം 2020 പഞ്ചായത്തുകളിൽ ഇത് വളരെ ഭംഗിയായിട്ട് നടപ്പിലാക്കി തെളിയിച്ചൊരു പദ്ധതിയാണത്. അതായത് 2015 2020 പഞ്ചായത്ത് ഏറ്റെടുക്കുന്ന സമയത്ത് 39 ലക്ഷം രൂപ കടമായിരുന്നത്, അത് 5 വർഷം കൊണ്ട് ആ കടം തീർത്ത് 13,57 ലക്ഷം രൂപ നിക്ഷേപം ഇടുകയുണ്ടായി. ഇപ്പോൾ 10 വർഷം പൂർത്തിയാക്കുമ്പോൾ അത് 32 കോടി രൂപ നിക്ഷേപം ഉള്ള പഞ്ചായത്തായി മാറിക്കഴിഞ്ഞു. അതേ സമാന രീതിയിൽ ഈ സംസ്ഥാനത്തിൻ്റെ കടം 7 വർഷം കൊണ്ട് കടം പൂർണ്ണമായി തീർത്ത്
7 അല്ല 8 വർഷം കൊണ്ട് കടം പൂർണ്ണമായി തീർത്ത് 9ാം വർഷം മിച്ച ബഡ്ജറ്റ് അവിടെ ഡെപ്പോസിറ്റ് ഇടുന്ന സാഹചര്യത്തിലേക്ക് കേരളത്തെ കൊണ്ടുവരും. അതാണ് കേരളത്തിന് ആവശ്യം, കേരളത്തിൻ്റെ വികസനത്തിന് ആവശ്യം, കേരളത്തിൻ്റെ ക്ഷേമം ഉറക്കാൻ ആവശ്യം. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ഈ സംസ്ഥാനത്തിൻ്റെ പ്രശ്നം പൂർണ്ണമായിട്ടും പരിഹരിച്ചുകൊണ്ടുള്ള, ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടുള്ള ഏറ്റവും നല്ലൊരു പ്രകടന പത്രികയാണ് NDA പുറത്തിറക്കിയിരിക്കുന്നത്. ജനങ്ങളത് മനസ്സിലാക്കണം, അതിനെപ്പറ്റി കൂടുതൽ ചർച്ചകൾ നടക്കണം. അതിനനുസരിച്ച് NDA അധികാരത്തിലേറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കേരളത്തെ രക്ഷിക്കാൻ NDAക്ക് മാത്രമേ സാധിക്കൂ എന്ന് മനസ്സിലാക്കുക. ഈ FCRA നമുക്കറിയാം, വിദേശത്ത് നിന്ന് നമ്മൾ ഇന്ത്യയിലേക്ക് പണമൊഴുകുന്നത് അത് വിവിധ കാലങ്ങളിൽ പല സമയത്തായിട്ട് അതിനുള്ള അമെൻമെൻറ്റ്സ് വന്നിട്ടുള്ളത്. കാരണം ഈ പണം നല്ല രീതിയിൽ ഉപയോഗിക്കപ്പെടണം. ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് അപകടമുണ്ടാക്കുന്ന രീതിയിൽ പണം ഉപയോഗിക്കപ്പെടുക, ഭീകരപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുക, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുക. അപ്പോൾ തീർച്ചയായിട്ടും അത് നിയന്ത്രിക്കേണ്ട ആവശ്യം കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓരോ കാലഘട്ടങ്ങൾക്ക് അനുസരിച്ച് അതിൻ്റെ ലൂപ്പ് ഹോൾസുകൾ, പഴുതുകൾ അടച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണം നടത്തുന്നത്. ഇപ്പം നമുക്കറിയാം, ഹമാസ് പോലെയുള്ള സംഘടനകൾ, ഭീകര സംഘടനകൾ, അവർക്ക് പണം കിട്ടുന്നത് മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ്, മറ്റ് രാജ്യങ്ങളിൽ നിന്നാണ്. ആയുധങ്ങൾ കിട്ടുന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ അതുപോലെ ഇന്ത്യയിലേക്ക് വിദേശ പണം ഒഴുകുമ്പോൾ അത് നിയമപരമായിരിക്കണം, അത് നിയമപരമായ രീതിയിലായിരിക്കണം ഉപയോഗിക്കപ്പെടേണ്ടത്. അത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കപ്പെടാൻ പാടില്ല, ഭീകര പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കപ്പെടാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ ഇന്ത്യ മാത്രമല്ല എല്ലാ രാജ്യങ്ങളും നടപ്പിലാക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു മാറ്റമാണത്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക വിഭാഗത്തിനെ ഉദ്ദേശിച്ചല്ല അത്. നിയമപരമായിട്ട് പണം കൊണ്ടുവരുന്നവർക്ക് യാതൊരു പ്രശ്നവുമില്ല. നിയമപരമായിട്ട് കൊണ്ടുവരണം, നിയമപരമായിട്ട് അത് പ്രയോജനപ്പെടുത്തണം, ഉപയോഗിക്കണം. തെറ്റായിട്ടുള്ള രീതിയിൽ രാജ്യരക്ഷയുടെ, സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്നുള്ളതാണ് പുതിയ അമെൻമെൻ്റ് കൊണ്ട്. അതുകൊണ്ട് ഒരു വിഭാഗത്തിനും അതുകൊണ്ട് ഒരു ദൂഷ്യവും ഉണ്ടാകാൻ പോകുന്നില്ല. നിയമം അനുസരിച്ച് നിയമപരമായിട്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ആർക്കും ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആതുരാലയങ്ങൾക്ക് ഇവരെയൊക്കെ വലിയ പ്രതിസന്ധി സാധാരണ മേഖലയിൽ വരും എന്നാണ് പറയുന്നത്. അല്ല, ഈ ഭീകരപ്രവർത്തനങ്ങൾ ഈ ഫണ്ട് കൊണ്ട് നടത്തിയിട്ടുണ്ടോ ഇന്ത്യയിൽ? അല്ല, FCRA ഭീകരപ്രവർത്തനം എന്ന് മാത്രമല്ല, നിയമപരമായിട്ട് കൊണ്ടുവരികയും നിയമപരമായിട്ട് ഉപയോഗിക്കണം. അത് FCRAയുടെ കാര്യത്തിൽ മാത്രമല്ല. ഇപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച്, ഞങ്ങൾ പുറത്തേക്ക് അയക്കുന്ന സാധനങ്ങളുടെ ഫണ്ട് കൊണ്ടുവരുമ്പോഴും അതിന് നിയമം പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിന്ന് $1 അയച്ചാൽ $1 തിരിച്ചു കൊണ്ടുവരാൻ, നമ്മൾ $1 10 സെൻസ് കൊണ്ടുവരാൻ പാടില്ല. അപ്പോൾ ഇത് ഈ വിദേശ ഫണ്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നിയമം പാലിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു സാധാരണ മറ്റു നിയമങ്ങളെപ്പോലെ തന്നെ കുറച്ചുകൂടി കർശനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. അപ്പോൾ ആരെങ്കിലും നിയമം അനുസരിച്ചാണത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഈ നിയമം ഇന്നിപ്പോൾ പാർലമെൻറ്റിൽ അമെൻമെൻറ്റ് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ പൂട്ടി എന്ന് പറയുന്നത് ചില മേലധ്യക്ഷന്മാർ, എനിക്കതിനെപ്പറ്റി അറിവില്ല എന്തുകൊണ്ടാണ് അത് പൂട്ടിയത്. കാരണം നിയമം ഇന്ന് പാർലമെൻറ്റിൽ ചർച്ച ചെയ്തിട്ടില്ല, അതങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല. അപ്പോൾ ആ നിയമം ദുരുപയോഗപ്പെടുത്തുകയോ അത് തെറ്റായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുകയോ ചെയ്തിട്ടുണ്ട്. ഭീകരപ്രവർത്തനം മാത്രമല്ല, അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്കേ ഉപയോഗിക്കാമുള്ളൂ. അപ്പോൾ അങ്ങനെ അല്ലാതെ ഉപയോഗിക്കുമ്പോഴാണ്. കാരണം ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഫണ്ട് വരുന്നു, അത് അല്ല ഞാൻ പറയുന്നത്. നിയമവിരുദ്ധമായിട്ട് ഇപ്പോൾ ഈ കമ്പനി, ഞാൻ വ്യവസായമാണ് നടത്തുന്നത്, ഞാൻ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് വയലേഷൻ, വിദേശ നാണ്യത്തിൽ ഒരു വയലേഷൻ നടത്തി കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യാനും ഈ കമ്പനി സീസ് ചെയ്യാനുമായിട്ടുള്ള നിയമമുണ്ട്. അത് ഇക്കാര്യത്തിൽ മാത്രമല്ല, അത് നമ്മളൊരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ നിയമപരമായിട്ട് ശിക്ഷിക്കപ്പെടണം. അത് FCRAയുടെ കാര്യത്തിൽ നിയമമാണത്. അപ്പം നിയമം അനുസരിച്ചുകൊണ്ട് നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമായിട്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് അതിന് യാതൊരു ഭയവും വേണ്ട എന്നുള്ളതാണ് അതിലുള്ളത്.
അല്ല, ഇതിപ്പോൾ പാർലമെൻറ്റിൽ വരുന്നതല്ലേ ഉള്ളൂ. അതിനെപ്പറ്റി അല്ല ഞാൻ പറയുന്നത്. ബില്ലിന്റെ ഡ്രാഫ്റ്റ് പുറത്തു വന്നിട്ടുണ്ട്. ആ പാസ്സാക്കുന്ന ബില്ലിന്റെ ഡ്രാഫ്റ്റ് പുറത്തു വന്നിട്ടുണ്ട്. ആ ഡ്രാഫ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണോ അത് മനസ്സിലാക്കി പൂർണ്ണ പിന്തുണ കൊടുക്കുന്നത്? അല്ല, പൂർണ്ണ പിന്തുണ എന്നുള്ളതല്ല. നമ്മൾ കാലാകാലങ്ങളിൽ ഇപ്പോൾ ഈ FCRA മാത്രമല്ല, ഇപ്പോൾ നമ്മളുടെ ക്രിമിനൽ ചട്ടം, ക്രിമിനൽ CRPC എല്ലാത്തിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദ്യം ആ ബില്ലിലെ പുറത്തു വന്നിട്ടുള്ള ബില്ലിന്റെ വ്യവസ്ഥകൾ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടാണോ അല്ല, സപ്പോർട്ട് ചെയ്യുന്നത് സംസാരിക്കുന്നത്? ഇതിനകത്തെ പാർലമെൻറ്റിൽ ചർച്ചയ്ക്കാണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ആശങ്കകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനാണല്ലോ പാർലമെൻറ്റ് കൂടുന്നത്. പാർലമെൻറ്റിന് പുറമേ അല്ല അത് പാസ്സാക്കിയിരിക്കുന്നത്. ഒരു സംസ്ഥാനങ്ങളിലെ പ്രതിനിധി ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ പാർലമെൻറ്റിലേക്ക് ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ചർച്ചയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പ്രതിപക്ഷമുണ്ട്, മറ്റാളുകളുണ്ട്, ഭരണകക്ഷിയിലെ തന്നെ ആളുകളുണ്ട്. അവരുടെ ആശങ്കകൾ അതിനുള്ള ഉത്തരം കൊടുത്ത് അത് പരിഹരിച്ചുകൊണ്ടായിരിക്കും പാർലമെൻറ്റിൽ നിയമം പാസ്സാക്കുക. അപ്പോൾ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലഘട്ടത്തിനനുസരിച്ച് ഇതിനു മുമ്പും 2020 അമെൻമെൻറ്റ് നടന്നിട്ടുണ്ട്, 2010 നടന്നിട്ടുണ്ട്, അതിന് മുമ്പും നടന്നിട്ടുണ്ട്. അതായത് NDA ഗവൺമെൻറ് ഉള്ളതിന് മുമ്പും ഇത് നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. എല്ലാ നിയമങ്ങളും കാലഘട്ടത്തിനനുസരിച്ച് ഭേദഗതി ചെയ്യും, അത് സ്വാഭാവികമാണ്. പക്ഷേ ഇതിനകത്തൊരു വ്യവസ്ഥയാണ് ഏറ്റവും പ്രശ്നമുള്ളതായിട്ട് സഭകൾ ഉൾപ്പെടെ എടുത്തു കാണിക്കുന്നത്. അതായത് FCRA ലൈസൻസ് പുതുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം കൊടുക്കാൻ ഏറ്റെടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ അത് വല്ലാത്തൊരു ആശങ്ക പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ആശങ്കയെ താങ്കൾ അഡ്രസ് ചെയ്യുന്നില്ല. അല്ല, ഞാൻ പറയുന്നത് ഇത് അന്തിമമായിട്ട് ബില്ല് പാസ്സായി കഴിഞ്ഞാൽ അത് നിയമമാകുന്നുള്ളൂ. ഇവിടെ ഒരു നിയമം കൊണ്ടുവരുന്നത് ഞാൻ പറഞ്ഞു രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കരുത്, അത് മാത്രമേ ഇതിൽ മുന്നിൽ കാണുന്നുള്ളൂ. കാരണം ചില വിഭാഗങ്ങൾ, ചില ആളുകൾ ഈ വ്യവസ്ഥ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെടുന്നതല്ല. ഈ വ്യവസ്ഥ എന്ന് പറയുന്നത് മറ്റു തരത്തിലുള്ളൊരു അല്ല, അവിടെ സംഭവിക്കുന്ന എന്താണത്, അവിടെ പറയുന്നത് എന്താണത്, ഇത് ഈ പറയുന്ന നിയമത്തിൽ പറയുന്നതിന് വിരുദ്ധമായിട്ട് ആ ഫണ്ടുകൾ ദുർവിനിയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണല്ലോ, അല്ലെങ്കിൽ പിന്നെ അത് ക്യാൻസൽ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ലൈസൻസ് പുതുക്കുകയോ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ലൈസൻസ് പുതുക്കുന്നതിന് പ്രശ്നം വരണേ എങ്ങനെയാണ്? നമ്മൾ നിയമപരമായിട്ടാണ് നടത്തുന്നതെങ്കിൽ പുതുക്കാതെ ഇരുന്നാൽ അത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ ലൈസൻസ് പുതുക്കാതെ ഇരിക്കുക. ഇപ്പോൾ റിപ്പോർട്ടർ TV-യുടെ ദേശീയ സുരക്ഷാ ലൈസൻസ് ക്യാൻസൽ ചെയ്തു. അതിൻ്റെ കാരണം എന്താണ്? അവർ ആ ലൈസൻസ് കണ്ടീഷൻ വയലേറ്റ് ചെയ്തു. അതുപോലെ തന്നെയാണത്. നമ്മൾ ഏതൊരു നിയമം ഉണ്ടാക്കുമ്പോഴും ഒരു ഫാക്ടറിക്ക് ഒരു ലൈസൻസ് തരികയാണത്. ആ കമ്പനി ആ നിയമം അനുസരിച്ച് നടന്നില്ലെങ്കിൽ ആ ക്യാൻസൽ തിരിച്ച് വിളിക്കാനും അത് ക്യാൻസൽ ചെയ്യാനുമായിട്ടുള്ള നിയമം അനുവദിക്കുന്നുണ്ട്. അത് മാത്രമേ ഇതിലുള്ളൂ. കമ്പനി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ഞാൻ ടാക്സ് അടയ്ക്കാതിരിക്കുക അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് വയലേഷൻ നടത്തി കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുന്നതിനും ഫാക്ടറി സീസ് ചെയ്യുന്നതിനും ഒക്കെ നിയമമുണ്ട്. ആ ഫാക്ടറി കണ്ടുകെട്ടാം. അത് തന്നെയാണ് പറഞ്ഞത്. ഇതും സാമ്പത്തികമാണ്. FCRA സാമ്പത്തികമാണത്. ഏതെങ്കിലും തരത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ലൈസൻസ് പുതുക്കാനായില്ലെങ്കിൽ അത് പിന്നീട് സർക്കാർ ഏറ്റെടുക്കും എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കേ ഇവിടെ ഒരു ലൈസൻസ് പുതുക്കാതിരിക്കുമ്പോൾ ഏകപക്ഷീയമായിട്ട് നീതി നിഷേധിക്കപ്പെടുകയാണെങ്കിൽ അതിനാണ് കോടതികളുള്ളത്. അങ്ങനെ ഇവിടെ സാധിക്കില്ല. രണ്ട്, വളരെ നിസ്സാര കാര്യങ്ങൾ കൊണ്ട് ലൈസൻസ് നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഇതിനു മുമ്പും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, പുതുക്കണ്ടേ നമ്മൾ ലൈസൻസ്. ഇപ്പം എനിക്കിതിന് ലൈസൻസ് തന്നു കഴിഞ്ഞാൽ ആ കാലാവധി തീരുന്നതിന് മുമ്പ് ആ പറഞ്ഞിരിക്കുന്നതിന് സമയബന്ധിതമായിട്ട് പുതുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഇല്ല, അതിൽ വേറൊരു കാര്യമുള്ളത്, ഈ കഴിഞ്ഞ ലൈസൻസിൽ പ്രവർത്തിച്ച് അതിൽ നേട്ടം ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ അതിൽ ലാഭം ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് കിട്ടിയ എനിക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ട് ഞാൻ ആ കാര്യത്തിൽ പഠിച്ചിട്ടില്ല. അത് പഠിച്ചാൽ മാത്രമേ എനിക്ക് ഉത്തരം പറയാൻ സാധിക്കൂ. ഇന്നൊരു മീറ്റ് ദ പ്രസ് ഉണ്ടായിരുന്നു, MA ബേബി. അദ്ദേഹം പറഞ്ഞെന്താന്ന് വെച്ചാൽ മോദി സർക്കാർ ഇതിലേക്ക് അധികാരത്തിലേക്ക് വരുന്ന 2014 അത് ഈ 10 വർഷം കഴിഞ്ഞിട്ടും പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം മെയിനായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. അല്ല, അത് രാഷ്ട്രീയപരമായിട്ട് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇങ്ങനെയുള്ള ആക്ഷേപങ്ങളുണ്ടാവും. അതിന് ഉത്തരം പറയേണ്ടത് NDA അല്ലെങ്കിൽ ഞാനിപ്പോൾ 2 മാസമേ ഇതുമായിട്ട് ചേർന്നിട്ടുള്ളൂ. നമ്മൾ പറയുന്നത് 2014 കാര്യമാണത്. അപ്പോൾ അതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ ആർക്ക് വേണമെങ്കിലും ഉന്നയിക്കാം. മോഡി സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്നെല്ലാം പറയാം. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്,
അതിലെന്താണ് സംഭവിച്ചത് എന്നുള്ളത് NDAയുടെ ഇതിനു മുമ്പുള്ള നേതാക്കന്മാരുമായിട്ടാണ് സംസാരിക്കേണ്ടത്. ഞാൻ അതിന് ഉത്തരം പറയാനായിട്ട് ബാധ്യസ്ഥനല്ല. ഇപ്പോൾ പറയുന്ന ഏതാനും വസ്തുക്കളുണ്ടല്ലോ, ഇപ്പോൾ ഈ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ, അത് 2020-യുടെ ഒരു ആശയം തന്നെയല്ലേ? അല്ലല്ല, ഇതിൽ 2020 കേരളത്തിൽ കഴിഞ്ഞ 14 വർഷമായിട്ട് നടപ്പിലാക്കിയ ഒരുപാട് വികസനക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ NDA ഗവൺമെൻറ്, ഞാനിപ്പോൾ മുഴുവനായിട്ടും വായിക്കാൻ സമയക്കുറവുള്ളത് കൊണ്ടാണ് അതിപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഒരു സെറോക്സ് 2020-യുടെ ഒരു സെറോക്സ് കോപ്പി എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ 70 വയസ്സിന് ശേഷമുള്ള എയിംസ് അത് 2020-യുമായിട്ട് ബന്ധമുള്ള സംഗതിയല്ല. അതുപോലെ തന്നെ എയിംസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല. 70 വയസ്സിന് മേലെയുള്ളവർക്ക് ആരോഗ്യ സുരക്ഷ, അതൊക്കെ ഇവിടെയുള്ള പദ്ധതികളാണ്. അപ്പോൾ ഇതിൽ നടന്നത് 14 വർഷമായിട്ട് 2020 നടപ്പിലാക്കി ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞ നടപ്പിലാക്കാവുന്ന പദ്ധതികളും NDA ഗവൺമെൻറ് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെയും ഒരു സംയോജനമായിട്ടുള്ള ഒരു പ്രകടന പത്രികയാണ്, മാനിഫെസ്റ്റോ ആണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ 2020-യുടെ മാത്രം അവകാശപ്പെട്ടതോ NDAയുടെ മാത്രം, ഇത് രണ്ടും കൂടിയിട്ട് ഏറ്റവും നല്ല കാര്യങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ട, കേരളത്തിന് വേണ്ട പദ്ധതികളാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രകടന പത്രികയിൽ അങ്ങയുടെ സംഭാവനകൾ എന്തൊക്കെയാണ്? ഈ പ്രകടന അല്ല, അതിൽ ഒരു വ്യക്തിയുടെ മെയിൻ പോയിന്റ് ഇതിനകത്തെ ഒരു വ്യക്തിയുടെ സംഭാവനകളല്ല. നല്ല കാര്യങ്ങളെപ്പറ്റി ഞങ്ങൾ സഖ്യകക്ഷികളും എല്ലാവരും കൂടിയിരുന്ന് ഇതിൻ്റെ കമ്മിറ്റികളും ചർച്ച ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ കേരളത്തിന് പ്രയോജനകരമെന്ന് തോന്നിയ കാര്യങ്ങൾ നടപ്പിലാക്കിയത്. അതൊരു വ്യക്തിയോ അല്ലെങ്കിൽ ഇതല്ല, അത് കൂട്ടായിട്ടുള്ള ഒരു സംഭാവനയാണ് ഈ പ്രകടന പത്രിക.